ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൈജു കുറുപ്പ് നായകനായി കൃഷ്ണദാസ് മുരളി തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് ഏപ്രിൽ 10 തിയേറ്ററിൽ നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിരിക്കുന്ന മലയാള സിനിമയാണ് ഭരതനാട്യം 2 മോഹിനിയാട്ടം. ചിത്രം 11ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 1,24,00,000 രൂപയാണ്. അങ്ങനെ 13,54,00,000 രൂപയാണ് ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 11 ദിവസം കൊണ്ട് കേരളത്തിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ചിത്രത്തിന്റെ ഞായറാഴ്ച വരെയുള്ള 10 ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്ററും ട്രാക്കേഴ്സ് റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. ഒഫീഷ്യൽ പോസ്റ്റർ പ്രകാരം ആദ്യ 10 ദിവസം കൊണ്ട് 25 കോടി രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. എന്നാൽ ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം 21,70,00,000 രൂപയാണ് ആദ്യ 10 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 11 ദിവസം കൊണ്ട് ഈ സിനിമ ലോകമെമ്പാടുമായി 24 കോടി റേഞ്ചിൽ എത്തിച്ചേർന്നിട്ടുമുണ്ട്. സബിൻസ സംവിധാനം ചെയ്ത് ഏപ്രിൽ 2 തിയേറ്ററിൽ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ നേടിയെടുത്ത മലയാള സിനിമയാണ് വാഴ 2. ചിത്രം 3ാമത്തെ ചൊവ്വാഴ്ച കൂടിയ 20ാം ദിവസത്തിലേക്കാണ് ഇന്നെത്തി ചേർന്നിട്ടുള്ളത്. ഈ സിനിമയുടെയും ഞായറാഴ്ച വരെയുള്ള ആദ്യ 18 ദിവസത്തെ കൃത്യമായ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ 111,38,00,000 രൂപ കളക്ട് ചെയ്ത ഈ സിനിമ വിദേശത്ത് നിന്ന് 83,10,00,000 രൂപയാണ് നേടിയെടുത്തത്. അങ്ങനെ 207,48,00,000 രൂപയാണ് 18 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തത്. 19ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 2,22,00,000 രൂപയായിരുന്നു. അങ്ങനെ 113,60,00,000 രൂപയാണ് ഈ സിനിമ കേരളത്തിൽ ഇതുവരെ നേടിയെടുത്തിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 211 കോടി റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ടോവിനോ തോമസ് നായകനായി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് ഏപ്രിൽ 15 വിഷു റിലീസായി തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പള്ളിച്ചട്ടമ്പി. ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 73,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 6 ദിവസം കൊണ്ട് കേരളത്തിൽ 9,73,00,000 രൂപയാണ് പള്ളിച്ചട്ടമ്പി സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട കൃത്യമായ അപ്ഡേറ്റ് ഒന്നും നിലവിൽ വന്നിട്ടില്ല. എങ്കിലും 14,15 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. പ്രിയദർശൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഏപ്രിൽ 17 തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് ഭൂത് ബംഗ്ല. അക്ഷയ് കുമാർ, പരേഷ് റാവൾ, ജിഷു സെൻഗുപ്ത, രാജ്പാൽ യാദവ്, ടാബു, വാമിക ഗബ്ബി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ആദ്യ 4 ദിവസം കൊണ്ട് കേരളത്തിൽ 20,00,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. കർണാടകയിൽ 5,19,00,000, തെലങ്കാനയിൽ 2,58,00,000, തമിഴ്നാട്ടിൽ 84,00,000, ആന്ധ്രാപ്രദേശിൽ 27,00,000 എന്നിങ്ങനെ കളക്ട് ചെയ്ത ഈ സിനിമ 4 ദിവസം കൊണ്ട് ഇന്ത്യൻ കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 79,33,00,000 രൂപയാണ്. വിദേശത്ത് നിന്ന് $3.08 മില്യൺ, $28,76,00,000 രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ ലോകമെമ്പാടുമായി ആദ്യ 4 ദിവസം കൊണ്ട് 108,09,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 120 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 65 കോടി രൂപയ്ക്കാണ്. നിലവിൽ 130 കോടി രൂപയാണ് ഈ സിനിമയുടെ ബ്രേക്ക് ഈവൻ പോയിന്റ്. പ്രദീപ് രംഗനാഥൻ നായകനായി വിഘ്നേഷ് ശിവൻ തിരക്കഥ സംവിധാനം ചെയ്ത LIK അഥവാ ലവ് ഇൻഷുറൻസ് കമ്പനി എന്ന തമിഴ് സിനിമയുടെ 10 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സിനിമ തമിഴ്നാട്ടിൽ 31,08,00,000, കർണാടകയിൽ 4,01,00,000, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 9,22,00,000, കേരളത്തിൽ 69,00,000, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 56,00,000 എന്നിങ്ങനെ ഇന്ത്യൻ കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 45,56,00,000 രൂപയാണ്. വിദേശത്ത് നിന്ന് 11,10,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ലോകമെമ്പാടുമായി 56,66,00,000 രൂപയാണ് 10 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. 95 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത് 39,50,00,000 രൂപയ്ക്കാണ്. തമിഴ്നാട് ഷെയറായി ഈ സിനിമയ്ക്ക് 15,13,00,000 രൂപയും വേൾഡ് വൈഡ് ഷെയറായി 26,97,00,000 രൂപയും കിട്ടിയിട്ടുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.